ഒരു ദിവസവും ഇല്ലാത്ത പ്രാർത്ഥന. പ്രാർത്ഥിക്കട. അല്ല, എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് നിന്റെ എപ്പിസോഡ് നന്നാവണ്ടേ? ഒന്ന് നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണതാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പ്രാർത്ഥിക്കുന്നതിൻ്റെ എപ്പിസോഡാണ്. പ്രാർത്ഥിക്കുന്ന എപ്പിസോഡാണ്. മൊത്തം പ്രാർത്ഥനയാണോ? അതെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറ. നമ്മൾ ഇന്ന് പോകുന്നത് അമ്പലത്തിലേക്കാണ്. ദുബായിലെ അമ്പലത്തിലേക്ക് അല്ലേ? മതസൗഹാർദ്ദം എന്തൊക്കെ ഡയലോഗൊക്കെ പഠിച്ചു വെച്ചാൽ അതൊന്നും പറഞ്ഞില്ല. ഡയലോഗ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഞാൻ എനിക്കിന്ന് കാണിച്ചു തരാം. വാട്ട് എ ഡയലോഗ്. ദൈവമേ കാത്തോളണേ, എല്ലാം അടിപൊളിയാക്കണേ. ഡേവിഡി ടെയിൽ ടോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ദേവദാസ്, എൻ്റെ കൂടെ ദീപക്. ഓ, മൊത്തം ഭക്തി നിർമ്മയം മലയാളം പഠിച്ചു തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ദുബായിലെ ഒരു അമ്പലം നമ്മൾ കാണാൻ പോകണം. ഏത് സ്ഥലം അത്? ബർദുബായിലാണ് ഈ അമ്പലം. രസകരമായ ഒരു നല്ല അമ്പലമാണ്. ആ അമ്പലത്തിന്റെ പരിസരമൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ്. വ്യത്യസ്തമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അതും ആ അമ്പലത്തിന് പല പല പ്രത്യേകതകളുണ്ട്. അത് പോകെ പോകെ നമ്മളുടെ ദീപക്കേട്ടൻ നമുക്ക് പറഞ്ഞു തരും. ശരിയല്ലേ? ഞെട്ടിക്കില്ലേ? ഞെട്ടിക്കും നമ്മുടെ പ്രേക്ഷകരെ. ഇതിന് മുമ്പത്തുള്ള എപ്പിസോഡുകളിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചില്ലേ? നിങ്ങളെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു? വേണ്ട, പിന്നെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ? കമോൺ. ദീപക്കേട്ടോ, ഇന്ന് ഭയങ്കര കോസ്റ്റ്യൂമിലാണല്ലോ. നമ്മൾ അമ്പലത്തിൽ വരുമ്പോ അതിന്റെ അനുസരിച്ച് വരണ്ടേ? അമ്പലത്തിൽ നമ്മൾ കുറച്ച് ഉറക്കം പറയണമെന്ന് ഞാൻ എപ്പോഴും പറയും. അല്ല, അതല്ലടാ, അമ്പലത്തിൽ വരുമ്പോ അതിനനുസരിച്ച് വരണ്ടേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ബർദുബായിൽ അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സൗഹൃദം. ഇപ്പൊ ഈ ഫ്രണ്ടിൽ കാണുന്നത് മോസ്കാണ്. ഇത് മോസ്ക് ആണ് അല്ലേ? ബർദുബായ് മോസ്ക് ആണ്. അതിന്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ അമ്പലം വരുന്നത്. ഈ അമ്പലം വരുന്നത് അതാണ് ചേട്ടൻ മതസൗഹാർദ്ദത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബർദുബായ് അമ്പലത്തിലേക്ക് എത്തി. നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവാണ്. കൊള്ളാം. ഇതൊരു നമ്മളുടെ മലയാളി സ്റ്റൈലല്ല, ഹിന്ദി അല്ലേ? ഹിന്ദി മലയാളി എല്ലാം കൂടി ഉണ്ട്, മിക്സ് ആണല്ലേ? നല്ല സ്പീഡ് നടക്കുക. ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് നമ്മുടെ പൂജാ മുറികൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് പൂക്കൾ വിൽക്കാൻ വച്ചിട്ടുണ്ട്. രസകരമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമാണ്. ഇവിടെ കുറേ കണ്ടില്ലേ, പൂജയ്ക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും ഉണ്ട്. തുളസികൾ വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ്. ഒരുപാട് തുളസികൾ വിൽക്കാൻ വച്ചിരിക്കുന്നു. നമ്മളങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സീനാണ് ഈ അമ്പലത്തിൻ്റെ അടുത്തൊന്നും. ദേവദാസ് ചോദി. പോണ വഴിക്ക് മുഴുവനും പൂജാ സാധനങ്ങളും നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. വഴി അറിയില്ലേ? നമ്മൾ ആദ്യം എങ്ങോട്ടാ പോണേ? ക്രീക്കല്ല? അതെ, ക്രീക്ക്. ഇപ്പൊ നമ്മൾ ക്രീക്കിലെത്തി. ദുബായിൽ ബർദുബായ് ക്രീക്കാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് ബോട്ടുകളുണ്ട്. ഈ ബോട്ടിൽ കയറി അതൊരു അനുഭവമാണ്. പക്ഷേ ഇപ്പം നട്ടപ്പുറ വെയിലത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ വലിയ അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം വൈകുന്നേരം ഇവിടെ വരുന്നതായിരിക്കും. ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ അകത്ത് കയറണം. അതൊരു അനുഭവം തന്നെയാണ്. ചേട്ടാ, ഇനി നേരെ അമ്പലത്തിലേക്കാണോ? പഴയ കാലത്ത് അല്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? കാലൊന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നേരെ ഇത് അമ്പലത്തിലേക്കുള്ള സ്റ്റെപ്പാണോ?
ഇവിടെ നിന്ന് അഭിഷേകത്തിന് പാല് കിട്ടും. ആ പാല് നമ്മൾ വാങ്ങിച്ച് നേരെ നമുക്ക് തന്നെ നേരിട്ട് പോയി അഭിഷേകം ചെയ്യാം. ഇനി ഈ വലിയ അമ്പലം വരാൻ പോകുന്നത് ജബലലിയിലാണ്. അതിൻ്റെ മിനിയേച്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹെവി വലിയൊരു അമ്പലം. നമ്മൾ അവിടെ തൊഴുത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് ഇരിക്കാം, കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. അതെല്ലാം ഒരു നല്ല അനുഭവം തന്നെയാണ്. പക്ഷേ നമ്മളുടെ അമ്പലം പോലെയല്ല, മൊത്തം ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അതുമാത്രമേ ഉള്ളൂ, ഭക്തി ഇത്തിരി കുറവാണ് നമ്മുടെ ഉള്ളിൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എസ്പെഷ്യലി മലയാളികൾക്ക്. നമ്മൾ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു തലയിലിടാൻ ഒരു ഇത് തന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുകളിലേക്ക് അടുത്ത ഭഗവാനെ തൊഴാനായിട്ട് എന്താണ് പരിപാടി എന്ന് അറിഞ്ഞുകൂടാ. ദൈവക്കേട്ടൻ അങ്ങോട്ട് നേരത്തെ പോയി, ഞാൻ ബാക്കിൽ പോവാണ്. ഇത് ഉള്ള സൗകര്യത്തിൽ അന്നത്തെ കാലത്ത് ചെയ്തതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ മുകളിലുള്ള സ്പേസാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഭഗവാനെ തൊഴുതതും എല്ലാം ആ മിനിയേച്ചർ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അവിടെ നിന്ന് തൊഴുത് നേരെ സ്റ്റെപ്പ് കയറി ഇപ്പുറത്ത് ഗുരു ദർബാറിലും കൂടി കയറിയിട്ട് നേരെ അവിടെ നിന്ന് നേരെ താഴേക്ക് വരും. ഇത് സ്റ്റെപ്പ് വഴി ഇവിടുന്ന് താഴേക്ക് ഇറങ്ങും. നമ്മൾ തൊഴുത് കഴിഞ്ഞ് എല്ലാ സ്ഥലവും തൊഴുത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പ്രസാദം വെച്ചിട്ടുണ്ട്. ഈ പ്രസാദം നമ്മുടെ കൈകളിൽ തരും. യെസ് ദീപകേട്ടാ, പ്രസാദം കഴിച്ചു. ഇനി അടുത്ത എന്താണ്? ഇവിടെ വെള്ളമുണ്ട്, പിന്നെ റോസ് മിൽക്ക് ഉണ്ട്, വെള്ളം കുടിക്കാം. പ്രസാദമാണ്. റോസ് മിൽക്കും പ്രസാദം തന്നെയാണ്. അതായത് ഇവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അത് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വഴിപാടായിട്ട്, അപ്പോൾ അത് റോസ് മിൽക്കായിട്ട് ഇവിടെ നമുക്ക് തരും അല്ലേ? ചായ ഓരോ ദിവസം ഓരോന്നായിരിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് പോവാണ്. എനിക്ക് അവിടെ നിന്ന് തന്നു. ഇത് പൂജാരി ആണ്, പണ്ഡിറ്റ് പൂജാരിയുടെ വിസിറ്റിംഗ് കാർഡാണ്. നമ്മുടെ വീട്ടിൽ പൂജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ച് പൂജ നടത്താം. ഇത് ഇവിടുത്തെ ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ്. പക്ഷേ അത് വൈകുന്നേരങ്ങളിലോ എൻട്രി ഉള്ളൂ എന്ന് തോന്നണം. ദീപകേട്ടാ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണത്? ഇനി നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ഷോപ്പിംഗ് ഒരു ഏരിയ ഉണ്ട്. ഓക്കെ. അവിടെ ഇവിടുത്തെ പഴയ നമ്മുടെ അബായ അങ്ങനത്തെ പായൊക്കെ അബായേ ഞാൻ വെച്ചു പായാണ്. അബായ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഇടുന്ന ഡ്രസ്സ് ഈ നൈറ്റ് പോലത്തെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അബായെന്നാണ് പറയുന്നത്. ഓ, ഇത് തമിഴാണോ ഹിന്ദിയാണോ? അറബിക്കാണ്. ഓ, അതുകൊണ്ടാണ് എനിക്കത് അറിയില്ലാത്ത കേട്ടോ. പക്ഷെ രസമുണ്ടല്ലേ? കടകൾ തുറന്നിട്ടില്ല സത്യത്തിൽ. ഇതെല്ലാം കുറേ കടകളാണ്. ഇതിങ്ങനെ ഫുള്ള് തുറന്നിട്ടുണ്ടാവും അല്ലേ? നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് കഴിഞ്ഞ ഉടനെ പുള്ളി കണ്ണാറ എടുത്തു വെച്ചു. അയ്യോ, ഭയങ്കരം തന്നെ. അപ്പോൾ നമ്മൾ ഇനി എന്താ പരിപാടി? ഇനി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. നല്ല വെജ് അല്ലേ? നല്ലൊരു വെജ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നു. കഴിച്ചതിന് ശേഷം ചേട്ടൻ്റെ ഓഫീസിലേക്ക് പോകും. ഞങ്ങൾ പിന്നെ എന്തൊക്കെയാ പ്ലാൻ എന്നുള്ളത് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ക്യാമറാമാൻ റെഡിയാണ് എന്തിനും. ഇവിടുന്ന് ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്നത് ബസ്സിലാണ്. അത് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊക്കെ ഞങ്ങളുടെ ടൈമിങ്ങിനും അങ്ങോട്ടും ഒക്കെ കിട്ടണം. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ ആദ്യം ഇനി അടുത്തതും ഒരു മസാല ദോശയാണ്. എന്ത് ഇവിടെ കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്താണെങ്കിലും ഒരു വെജിറ്റേറിയൻ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ ഏത് അമ്പലത്തിൽ പോയിട്ട് വന്നാലും ഒരു മസാല ദോശ കഴിക്കും. അപ്പോൾ അതാണ് പരിപാടി. നമുക്ക് നോക്കാം ദീപക്കേട്ടൻ അത് സാധിച്ചു തരുമോ എന്ന്. സാധിക്കുമോ? ആ ശരി. എന്താണ് പറ്റാത്തത് ദുബായിൽ? ദുബായിൽ എന്താണ് പറ്റാത്തതെന്നാണ് ചോദ്യം. എങ്കിൽ നമുക്ക് കാണാം. ദീപക്കേട്ടന് പോകാൻ സമയമായി. അതുകൊണ്ട് നമ്മളുടെ വ്യൂവേഴ്സിനോട് ഒരു ടാറ്റ പറയാൻ പോകണം ഈ എപ്പിസോഡിൽ. അപ്പോൾ ഓക്കെ, എൻജോയ് യുവർ ഡേ, ഹാവ് എ വണ്ടർഫുൾ ഡേ. പിന്നെ മറ്റേ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. ഓക്കെ. അപ്പോൾ ചേട്ടാ ടാറ്റ. ഞങ്ങൾ പോയിട്ട് ശരവണ ഭവനിൽ പോയി ഒരു മസാല ദോശ കഴിക്കാം. ബൈ ചേട്ടാ. ബൈ ബൈ ബൈ. അങ്ങനെ നമ്മൾ ശരവണഭവനിലെത്തി. അങ്ങനെ മസാല ദോശ വന്നു. മസാല ദോശ ആദ്യം കുറച്ച് ചട്നി, വീണ്ടും ചട്നി, എല്ലാ കളറിലുള്ള ചട്നിയും, പിന്നെ കുറച്ച് സാമ്പാറും. അങ്ങനെ എന്നിട്ട് കഴിച്ചു നോക്കാം. ശരവണഭവൻ ഗുഡ്. ഇനി നമ്മുടെ മസാല കൂട്ടി ചട്നി, ചമ്മന്തി, കൈമാറി കൊടുക്കും, എല്ലാം കൂടി കൂട്ടി ഇത് കഴിക്കും. കൊള്ളാം, അടിപൊളി. ഇനി ഞാൻ നിങ്ങളെ അധികം കൊതിപ്പിക്കണില്ല, കാരണം ഞാനും വീഡിയോ കാണുമ്പോൾ കൊതിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിക്കും ഈശ്വര ഇവരെന്തിനാണ് ഇങ്ങനെ ഷോർട്ട് വെക്കണേന്ന്. അതുകൊണ്ട് ഞാൻ ഇനി കഴിച്ച് തീർത്തിട്ട് ബാക്കിത്തെ. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ ശരവണഭവനിൽ നിന്ന് മസാല ദോശയും പൂരിയും ചായയല്ല കോഫി, കട്ടൻ കാപ്പി ഇതെല്ലാം കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അപ്പം ഞാൻ ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തും. ഇതിപ്പോൾ കരാമയാണ്. നമ്മൾ ബർദുബായിൽ നിന്ന് വന്ന് കരാമയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഞാനൊരു ജസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയാണ്. പാരഗനുണ്ട്, അഞ്ചപ്പറുണ്ട്, ശരവണഭവനുണ്ട്. ശരവണഭവൻ ഓൾറെഡി നമ്മൾ കയറി. ആര്യാസ്, പിന്നെ ഭീമാസ്, സിംഗൈ തമിഴ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ പെരുമാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒരു ഏരിയ തന്നെ. കുറേ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇനി ഞങ്ങൾ ഇവിടുന്ന് നടന്ന് നേരെ നമ്മളുടെ ദുബായ് മെട്രോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ദുബായ് മെട്രോയിൽ കയറിയിട്ട് റാഷിദിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ഇറങ്ങും. അവിടെ നിന്ന് ദുബായ് സിലിക്കോൺ ഒയാസിസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ ബസ് കയറും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡബിൾ ഡെക്കർ ബസ്സൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതൊക്കെ വിചാരിക്കുന്ന പോലെ കിട്ടണമെന്നില്ല, നമുക്ക് നോക്കാം. ഈ മെട്രോയിലുള്ള ഒരു കയറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് എടുക്കാം. നമുക്ക് ഒരാൾക്ക് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെട്രോയിലും ബസ്സിലൊക്കെ പോവാം. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് പരിപാടികൾ, എങ്ങനെയൊക്കെയാണെന്നൊക്കെ എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ദീപക്കേട്ടനില്ല, ഇതൊക്കെ ചോദിച്ച് മറിഞ്ഞും വേണം പോകാനായിട്ട്. പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ചൂടിന് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഒരു രക്ഷയില്ലാത്ത ബസ് സ്റ്റോപ്പാണ്. ഇത് എയർ കണ്ടീഷൻഡാണ്. എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ എയർ കണ്ടീഷൻ ബസ് സ്റ്റോപ്പ്. നമസ്കാരം. മലയാളിയാണോ? ആണോ? ഓക്കെ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ബസ്സിൻ്റെ ടൈമിങ്, അതുപോലെ തന്നെ ഏതൊക്കെ ബസ് നെക്സ്റ്റ് വരുന്നതെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ടിരിക്കാം. ബസ് വന്നാൽ നമ്മൾ കൈ കാണിക്കുന്നത് വേണ്ട, ഇവിടെ ഒന്ന് സ്റ്റോപ്പാവും. സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങനെ കയറിപ്പോവാം. അടിപൊളി. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സഖാക്കളെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു മറ്റെന്താ അതിൻ്റെ പേര്, മെട്രോ സ്റ്റേഷൻ തേടി പോവാണ്. അപ്പോൾ ഒരാളോട് ചോദിച്ചത് മെട്രോ അവിടെ നിന്ന് പോകുന്നുണ്ട്, കണ്ടോ, മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഏകദേശം സ്റ്റേഷൻ്റെ അടുത്ത് എത്തി നമ്മൾ. ആ ഒരു സമാധാനത്തിൽ നടക്കുക. പിന്നെ ദൈവം അനുഗ്രഹിച്ച് വെയിൽ അത്രയ്ക്ക് അങ്ങോട്ട് അടിക്കണില്ല. ഒരു ചെറിയ ക്ലൗഡി ആയിട്ടുള്ളൊരു ഫീലാണ്. ഇവിടെ മഴ പെയ്യോ അറിയില്ല. മെട്രോ അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മ, മെട്രോ സ്റ്റേഷൻ എത്തി. നമ്മളതിൻ്റെ തൊട്ടടുത്തെത്തി. ഇനി ഇവിടുന്ന് റാഷിദിയ. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ADCP എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്.
അവശതയായി ഗായ്സ്, അവശതയായി. അത്ര വെയിൽ, നേരത്തെ വെയിലുണ്ടായിരുന്നില്ല, ഇപ്പം നല്ല കട്ട വെയിൽ. ഇനി ഇതിൻ്റെ അകത്ത് കയറി കാർഡ് എടുക്കണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. നോക്കാം നമ്മളുടെ. ഇതിൻ്റെ അടുത്ത് തന്നെ വരുമ്പോൾ എന്ത് തണുപ്പാ, സുഖം. ഒരു മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. എല്ലാവരും സൈലൻ്റാണ്, ഞാൻ അതുകൊണ്ടാണ് പതുക്കെ പറയുന്നത്. എയർപോർട്ടിലുള്ള പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് വന്ന് നമ്മൾ ഇങ്ങനൊരു കാർഡ് കിട്ടും. ഈ കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മെട്രോയിലും ട്രാവൽ ചെയ്യാം, അതുപോലെ തന്നെ ഇവിടുത്തെ ബസ് സർവീസ്, പബ്ലിക് ട്രാൻസ്പോർട്ടും യൂസ് ചെയ്യാം. ഇത് കണ്ടോ, RTA. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാർഡാണ്. ഞാനിപ്പോൾ ഇതിൽ മൊത്തം ടോട്ടൽ ഒരു 25 dirhams വേണം ഈ കാർഡ് എടുക്കാൻ. അതിൽ 19 dirhams ബാലൻസ് ഉണ്ടാവും. പ്ലസ് ഒരു 10 rupees കൂടി ഞാൻ ആഡ് ചെയ്തു. ഒരാൾക്കൊരു കാർഡാണ്. അപ്പോൾ സംഭവം അങ്ങനെ ഞങ്ങൾ കാർഡ് എടുത്ത് നേരെ നമ്മളിനി മെട്രോയിലേക്ക് പോവാണ്. റഷീദിയാണ് നമുക്ക് പോകേണ്ടത്. നോക്കാം. നമ്മൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. 2 പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. സോ അത് ഏതാണെന്ന് നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാം. അല്ല, നമുക്ക് പോകേണ്ടത് സെൻറ്റർ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ അത് ഇങ്ങോട്ടാണ്. കാരണം ഇതുണ്ടോ, വണ്ടി ഇങ്ങോട്ടാണ്. അപ്പോൾ അത് സെൻറ്റർ പോയിൻറ്റ്. ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ് കേട്ടോ. തെറ്റിക്കരുതേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോ നോക്കണേ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോംസൊക്കെ നോക്കി. പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. നമുക്ക് സെൻറ്റർ പോയിൻ്റാണ് ഈ റഷീദിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പ്. നമ്മളുടെ ഈ മെട്രോന്ന് ഞാൻ കാർഡ് എടുക്കുമ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് മെട്രോയിൽ കയറുന്നു, സെൻറ്റർ പോയിൻ്റ് ഇറങ്ങുന്നു, അവിടെ നിന്ന് ബസ് പിടിക്കുന്നു. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് നോക്കാം. നമ്മൾ വന്നപ്പോഴത്തേനും ട്രെയിൻ വന്നു. This is interchange station between Dubai Metro Red and Green. അങ്ങനെ നമ്മൾ നമ്മളുടെ സ്റ്റോപ്പിലേക്ക് എത്താറായി. നമ്മളുടെ ബാക്കിൽ കാണുന്നത് എയർപോർട്ടാണ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്സാണ് കിടക്കുന്നത്. സെൻറ്റർ പോയിന്റിൽ എത്താറായി. എനിക്ക് മെട്രോയിൽ അങ്ങനെ ആൾക്കാരൊക്കെ ഏകദേശം ഇറങ്ങിയപ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവും. ഗംഭീരം. മെട്രോവിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇത് പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെട്രോ. കാരണം എല്ലായിടത്തും നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട് ഈ മെട്രോ നമുക്ക് യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബസ്സും മെട്രോയും ഒക്കെ യൂസ് ചെയ്യാം. വലിയ പൈസയില്ല. ഞങ്ങൾക്ക് ADCB കയറിയിട്ട് സെൻറ്റർ പോയിൻ്റ് വരെ 5 dirhams ആണ് ഒരാൾക്ക്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബസ്, അതൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. എൻ്റെ ബാക്കിൽ മുഴുവൻ കാണുന്നത് എയർപോർട്ടാണ്. ഗംഭീര സർവീസ്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒന്നാമത്തെ ഇതിന് ഡ്രൈവർ ഇല്ലാണ്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്പീഡ്. അപ്പോൾ ഇനി ഹൈപ്പർ ലൂപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഹെവി സ്പീഡിലാണ് പോണത്, ഒരു രക്ഷയില്ല. മെട്രോ അടിപൊളി, അതും നല്ല സ്മൂത്താണ്. പിന്നെ ഫുൾ ടൈം അത് മെട്രോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ബാക്കിലൂടെ. ഉഗ്രൻ, ഒന്നും പറയാനില്ല. ദുബായ് മെട്രോ സൂപ്പർ. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇവിടെ ഇതിൻ്റെ 2 ഡോറുകൾ. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഡോറുകളുണ്ട്. ഇത് ഓൾറെഡി ഇവിടുന്ന് ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊരു നല്ലതാണ്, സേഫാണ്. അതാണ് നമുക്ക് എടുത്തു പറയേണ്ട അടുത്ത ഒരു കാര്യം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു സാധനം, ഇതുപോലൊരു സാധനം ഇടയിൽ എസ്കലേറ്ററിൻ്റെ കുറച്ചങ്ങ് പകുതി എത്തുമ്പോഴത്തേനും ഉണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞെക്കാനായിട്ട് അത് നല്ലൊരു ഓപ്ഷനാണ്. മറ്റേത് നമ്മളുടെ അവിടെയൊക്കെ താഴെ സെക്യൂരിറ്റി ഒന്ന് ഓഫ് ചെയ്യണം. ഇത് നമുക്ക് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഓഫ് ചെയ്യാം. ഇവിടുന്നൊരു വെള്ളം മേടിച്ചു. വെള്ളവും അത് കോക്കും ഒരു വെള്ളവും ദാഹിച്ചിട്ടുമായിരുന്നു, നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു നോട്ട് കൊടുത്തപ്പോൾ ബാലൻസ് എനിക്കൊരു നോട്ട് തന്നു. ഈ
എന്താ നോട്ട് നോക്കി, പ്ലാസ്റ്റിക് പോലെ. ക്വാളിറ്റി, ഇതാണ് ക്വാളിറ്റി. ഓക്കെ, കണ്ടോ? ഇത് ഞാൻ ഒരു നോട്ടിനോടുള്ള ഇത് കാണിച്ചതല്ല, അതിൻ്റെ ക്വാളിറ്റി നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതാണ്. ഗംഭീരം, പുതിയ നോട്ടാണ് ഇപ്പോൾ ഇറക്കിയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ. ഇത് കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആണ്, എൻ്റെ കൈ കാണാം. അടിപൊളി, സൂപ്പർ. ഈ മെട്രോയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെട്രോയിൽ നിന്ന് തന്നെ ബസ് സ്റ്റേഷനിലേക്കുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് റോഡിൽ ഇറങ്ങാണ്ട് തന്നെ ബസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇത് ഇവിടുത്തെ സെൻട്രൽ പോയിന്റിലുള്ളൊരു ബസ് സ്റ്റേഷനാണ്. ഈ ബസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടെ 2 അറബികൾ, കന്തൂറിട്ടിട്ടുള്ള അറബികൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് നമ്പർ 5 വന്ന് നിന്നാൽ മതി. ഞങ്ങളുടെ DSOയിലേക്കുള്ള ബസ് എന്ന് പറയുന്നത് 320 ആണ്. 320 കയറുക. അപ്പോൾ ഈ ഗേറ്റ് 5 വന്നിട്ട് ഈ 320 ബസ് വന്ന് കറക്റ്റ് നിൽക്കും. അപ്പോൾ നമുക്ക് AC തന്നെ ഇരുന്നാൽ മതി. ഉഗ്രൻ, ഒന്നും പറയാനില്ല, അടിപൊളി. അങ്ങനെ നമ്മളുടെ ബസ് വന്നു 320. ബസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ചെക്ക്, അങ്ങനെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി, 320 ബസ്സിൽ കയറി. അപ്പം ഞാൻ നേരത്തെ കണ്ട പോലെ അതിൽ നമ്മളുടെ കാർഡ് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കാണിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബസ്സിൽ കയറിയിരുന്ന നമ്മളുടെ അവിടെ ഒരു മോണിറ്ററുണ്ട്. ആ മോണിറ്ററിൽ നമ്മളുടെ സ്റ്റോപ്പുകൾ, ഏത് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണിക്കും. ഒരു സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൃത്യം ടൈം ആവാണ്ട് എടുക്കില്ല. ഇപ്പോൾ ഇവിടെ 10:30 ടൈമെങ്കിൽ ആ 10:30 തന്നെ ഷാർപ്പ് എടുക്കുള്ളൂ. അതുവരെ സമയമാവാതെ അവർ ബസ് എടുക്കില്ല. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, അടുത്ത സ്റ്റോപ്പ് ഇപ്പോൾ ഈ നിൽക്കുന്നത് സിലിക്കോൺ ഒയാസിസ് ഹെഡ്ക്വാർട്ടേഴ്സ് 2 ആണ്. ഇനി അടുത്തത് അങ്ങനെ ഓരോ സ്റ്റോപ്പുകളും എഴുതി കാണിക്കും. ഒരു രക്ഷയില്ല, ഗംഭീര സർവീസാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ സ്റ്റോപ്പെത്തി. നമ്മൾ സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ പോകുന്നു. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇതിൽ ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തിറങ്ങുക. ഞാൻ ഈ വീഡിയോയിൽ ഒരാളെ പരിചയപ്പെടുത്തേണ്ട ഒരാളാണ്. കാരണം ഞങ്ങളിവിടെ വന്നപ്പോൾ നമ്മളുടെ സിം ഇടാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ മോള്, ഞാനിപ്പോൾ നിൽക്കുന്ന മോള്. അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. അതിനുമുമ്പ് നമ്മളുടെ കൂട്ടുകാരനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പുള്ളീനെ ഞങ്ങൾ ഇന്നലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. ബ്രോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ പോണ്. അർജുൻ സ്ഥലം എവിടെയാണ്? ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ. ഓക്കെ. ഇത് എത്ര വർഷമായി? ഇപ്പോൾ ദുബായിൽ വന്നിട്ട് എത്ര വർഷമായി? 1.5 years ആയി. താമസിക്കാനൊക്കെ അടുത്ത് തന്നെയാണ്. അർജുൻ്റെ മുഖം ഒന്ന് കാണിക്കുക, അച്ഛനും നിങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്ന് കാണട്ടെ വീഡിയോ. അപ്പോൾ എന്തായാലും അടിപൊളി. എനിക്ക് താങ്ക് യു, നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിനും അതുപോലെ മൊബൈലിൽ സിമ്മും അതൊക്കെ ഇവിടെ വരുമ്പോൾ ഓരോന്നും നമുക്ക് വലിയ സഹായമാണ്. താങ്ക് യു അർജുൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് ഇവിടെ എല്ലാം ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ശരി? സിലിക്കോൺ ഒയാസിസ്. ഈ മോളിൻ്റെ സോക്ക് എക്സ്ട്രാ എന്നാണ് ഈ മോളിൻ്റെ പേര്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, മൊബൈൽ ആക്സറീസ് ഇവിടെ വരിക. ഇത് നമ്മളുടെ സ്മാർട്ട് സർവീസസ് ആണ്. അർജുനെ കാണുക, എല്ലാ മൊബൈലിൻ്റെ ആക്സറീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് വാച്ച് റിപ്പയറിംഗ് ഉണ്ട്, പ്രിന്റിങ്, ഈ ഡിസൈനിങ് ഒക്കെ ഉണ്ടല്ലേ ഇതുപോലെ. ഇതിൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ മൊബൈലിൻ്റെ ഈ ബാക്കിലുള്ള ഇതുപോലെ ഫോട്ടോ നമ്മൾ തന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുനെ അടുത്തേക്ക് വരിക. അർജുൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അർജുനെ വിളിച്ചു കഴിഞ്ഞാൽ അർജുൻ എല്ലാ സഹായങ്ങളും ചെയ്തു തരും. ഇത് നമ്മളുടെ സിലിക്കോൺ ഒയാസിസിലുള്ള സോക്ക് എക്സ്ട്രാ എന്ന് പറയുന്ന മോളിലാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. അർജുൻ ടാറ്റ. ഇതിൽ കീ ചെയിൻസിലൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ കീയുടെ അകത്ത്
ഇതുപോലെ ഡിസൈൻ ചെയ്ത് നമ്മളുടെ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യെസ്, അങ്ങനെ ഞങ്ങൾ ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മളുടെ റൂമിലെത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്കിവിടെ ഒരു സഹായം ഇല്ലെങ്കിൽ കൂടിയും നമ്മൾക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് നമുക്ക് കറങ്ങാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും എനിക്ക് ഇതുവരെ ഒരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കത് തെളിഞ്ഞു. അത് നിങ്ങൾക്കും തെളിയും ഈ വീഡിയോ കാണുന്നതോടുകൂടി. കാരണം അത്ര സൗകര്യമാണ്. ദീപക്കേട്ടൻ ഇന്ന് ഓഫീസിൽ പോകണോണ്ട് ഞങ്ങളെ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളാണ് ഒറ്റയ്ക്കാണ് ഫുഡ് കഴിച്ചത്. കാരണം പുള്ളിക്ക് സമയമായിരുന്നു. ഫുഡ് കഴിച്ച് ശരവണവനിൽ നിന്ന് മസാല ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. ആ നടത്തം ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, വെയിലോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ചൂടായി. പക്ഷെ എന്നാലും സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ADCB എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കാർഡ് എടുത്തു. ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടുത്തെ എല്ലാ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ബസ്, ട്രെയിൻ, അങ്ങനെയുള്ളതെല്ലാം. സോ അങ്ങനെ മെട്രോയിൽ ഞങ്ങൾ ADCB നിന്ന് നേരെ സെൻട്രൽ പോയിന്റിലേക്ക് കയറി. സെൻട്രൽ പോയിന്റിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനാണ്. ബസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ടുപേര് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവിടെ നിന്നൊരു ഗേറ്റ് നമ്പർ 5 നിന്ന് നിങ്ങൾക്ക് ബസ് കിട്ടും. ആ ബസ്സിൽ നിങ്ങൾക്ക് നേരെ കയറി 320 എന്ന് പറഞ്ഞ ബസ്സിൽ, ഗേറ്റ് നമ്പർ 5 320 എന്ന് പറഞ്ഞ ബസ് വരും. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാം. അതൊക്കെ അവർ പറഞ്ഞു തന്നു. ഞങ്ങൾ അതിൽ കയറി. ബസ്സിൽ എല്ലാ വാണിങ്ങുകളും എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം ആ മോണിറ്റേഴ്സ് വെച്ചിട്ട് അതിൽ ഡീറ്റെയിൽസ് എഴുതി കാണിക്കുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ മെട്രോ ട്രെയിനിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ബസ്സിലും. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഈ കാർഡ് വെച്ച് നമ്മൾ ആദ്യം കയറുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കയറുക, ചെക്ക് ഇൻ ചെയ്യുക. തിരിച്ചിറങ്ങുമ്പോഴും അതേപോലെ തന്നെ ടാപ്പ് ഇൻ ചെയ്യുക. അപ്പോൾ ചെക്ക് ഔട്ട്, അങ്ങനെ രണ്ടും ചെയ്ത് അകത്ത് കയറി നമ്മളുടെ സ്ഥലങ്ങൾ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. ഒരാളുടെ സഹായമില്ലാതെ ആദ്യമായിട്ട് വന്നതാണെങ്കിലും സുഖമായിട്ട് ട്രാവൽ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക്, കാരണം ഇതുവരെ ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ കാറുകളിലും ഒക്കെ ആയിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ദീപക്കേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ആ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തു. പക്ഷേ ഈസിയാണ്, സുഖമാണ്. ഒരുപാട് ആൾക്കാർ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഗംഭീരം, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ നമ്മൾ ആദ്യം പോയ അമ്പലം. ആ അമ്പലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങിയതാണ്, ബർദുബായിൽ. ആ അമ്പലം ഇപ്പോഴും എന്തോരം ആൾക്കാർ വന്ന് തൊഴുന്നു. നമുക്ക് നമ്മളുടെ സ്റ്റൈലിലുള്ള അമ്പലമല്ല, നമുക്ക് ഭക്തിക്ക് ഇത്തിരി കുറഞ്ഞേ തോന്നുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു അമ്പലമാണ്. എന്നാലും പക്ഷെ അതൊരു വലിയ കാര്യമാണ്. ഒരു പള്ളിയുടെ ഒരു ചുമരിനപ്പുറത്ത് അതൊക്കെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ, അതും ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് പോലും, ഒരു കൺട്രി ആയിട്ട് പോലും ഇത്രയും വലിയ ഏതൊരു മനുഷ്യനെയും ജാതിയോ മതമോ ഒന്നുമില്ലാതെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് ദുബായ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ്. മോസ്റ്റ്ലി എല്ലാം, ഏകദേശം എല്ലാം തന്നെ. സോ അതൊക്കെ ഒരു എടുത്തു പറയേണ്ട ഒരു പോയിന്റുകളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ രസമായിരുന്നു. ആ ക്രീക്ക് അടിപൊളിയായിരുന്നു. ക്രീക്കിന് കുറച്ചും കൂടി വൈകുന്നേരങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് അപ്പുറത്ത് ഗോൾഡ് സൂക്കൊക്കെ ഉണ്ട്. നമുക്കൊന്നും പറ്റിയാൽ അതൊക്കെ കാണാം. പിന്നെ അമ്പലത്തിൻ്റെ അടുത്തുള്ള തുണിക്കടകളൊന്നും കാണാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഒരുപാട് നേരത്തെ ആയിരുന്നു. ഷോപ്പുകളൊക്കെ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതൊക്കെ ഒരു അനുഭവമായിരുന്നു. നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി, എല്ലാം സെറ്റിൽ ഡൗൺ ആയി. ഇനി എഡിറ്റ് ചെയ്യണം. ഈ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം, പിന്നെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. അപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെയിൽ ടോക്സിൻ്റെ ദുബായ് വിശേഷങ്ങളാണ്. ദുബായ് വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ രസകരമായ വിശേഷങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതൊക്കെയാണ് പ്രശ്നങ്ങളെന്നും പറഞ്ഞിട്ട്. സോ അങ്ങനെ പറഞ്ഞാലാണ് എനിക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവിഡി ടെയിൽ ടോക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്, സൈനിങ് ഓഫ്.